വകുപ്പ് വിഭജനം കീറാമുട്ടിയായിട്ട് നിൽക്കുന്നുണ്ട്. ഷിബു ബേബി ജോണിന് ഫിഷറീസ് കൊടുക്കണമെന്ന് ലത്തീൻ സഭയുടെ പ്രത്യേക ആവശ്യമൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ അത് വേണ്ട എന്നുള്ള ചിന്ത വരുന്നുണ്ട്. അങ്ങനെ പല പല തരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധിയിലേക്ക് VDS സർക്കാർ പോവുകയാണ്. ഇത് അടുത്ത കീറാമുട്ടിയാണോ? ഞാനത് അത്ര പ്രശ്നം കണക്കാക്കുന്നില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ ഏതാണ്ട് വളരെ കുറച്ച് വകുപ്പുകളുടെ കാര്യത്തിൽ ഇനി തർക്കമുള്ളൂ. അത് ചില താല്പര്യങ്ങളുണ്ട്, അതില്ല നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഫിഷറീസ് വകുപ്പ് തന്നെ എടുക്കുക. ഈ ഗവൺമെൻറ്റിന് അധികാരത്തിൽ വരാൻ ഏറ്റവും സഹായിച്ച ഒരു വിഭാഗം തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളാണ്. അതുപോലെ മലയോരത്തെ കർഷകരും. രണ്ട് വിഭാഗവും ഈ ഗവൺമെൻറ്റിന് അന്തം വിട്ട് സഹായിച്ചിട്ടുണ്ട്. ഒരു വിഭാഗം എന്നുള്ള രീതിക്ക് ഞാൻ ഇപ്പം ന്യൂനപക്ഷങ്ങളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, അത് ന്യൂനപക്ഷ ഭൂരിപക്ഷം നോക്കാതെ തന്നെ അവർ സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായും മത്സ്യത്തൊഴിലാളികൾ വലിയ ദുരന്തം നേരിടുന്നുണ്ട്. അവർക്ക് പ്രത്യേക പരിഗണന ആവശ്യമുള്ളൊരു കാലമാണ്. കാലാവസ്ഥാ മാറ്റം ഒരു വശത്ത്. ഇപ്പോൾ നമ്മൾ ദിവസവും റേഡിയോ ശ്രദ്ധിച്ചാൽ ഇപ്പം നോക്കിക്കോളൂ, മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ പുറത്തിറങ്ങാൻ പാടില്ല, എവിടെയെങ്കിലും കാറ്റ് വന്നാൽ അവർക്ക് ഇറങ്ങാൻ പറ്റില്ല, അവർക്ക് അവരുടെ പണി മുടങ്ങും. അവർ പോകരുതെന്ന് പറഞ്ഞാൽ സർക്കാരിന് പോകരുതെന്ന് പറഞ്ഞാൽ മതി, അവരെന്ത് ചെയ്യും പിന്നെ? അപ്പം അതിൻ്റെ ഒരു ചോദ്യമുണ്ട്. അപ്പം അവർക്കൊരു പ്രൊട്ടക്ഷൻ, ഒരു സുരക്ഷാ വലയം ഉണ്ടാകേണ്ടതുണ്ട്. നമ്മൾ വെറുതെ കുറേ ഇപ്പോൾ വിഴിഞ്ഞത്തും തന്നെ ഒഴിവാക്കപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ കുടുംബങ്ങൾ എത്ര കാലമാണ് ഒരു സിമെൻറ്റ് ഗോഡൗണിൽ കഴിഞ്ഞത്, നമ്മളത് കണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു പരിരക്ഷയുമില്ല. ആകെ പദ്ധതികളുടെ പേരൊക്കെ പറയും, മത്സ്യത്തൊഴിലാളിക്ക് ലോൺ കൊടുക്കും, അത് കൊടുക്കും, അതൊന്നുമല്ല. ഇവർക്കൊരു പരിരക്ഷയില്ല. അവരുടെ പ്രധാന റെപ്രസെൻറ്റേഷൻ ലാറ്റിൻ സഭ തന്നെയാണ് കേരളത്തിൽ, പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിൽ ലാറ്റിൻ സഭയാണ്. വടക്കൻ കേരളത്തിൽ മുസ്ലിംസ് ഉണ്ട്, മുസ്ലിം വിഭാഗങ്ങളുണ്ട്, കുറച്ച് ഈ മധ്യ കേരളത്തിൽ ഹിന്ദു വിഭാഗങ്ങളും കുറച്ച് ഇതുണ്ട്. അപ്പോൾ ഇവർ ഹിന്ദു ക്രിസ്ത്യനൊക്കെ പോട്ടെ, ഇന്ന് അവരുടെ താല്പര്യം ഏറ്റവും സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് ലാറ്റിൻ സഭയാണ്. അവരുടെ ആവശ്യം വളരെ ലളിതവുമാണ്. അവരാദ്യം പറഞ്ഞത് ലാറ്റിൻ മന്ത്രി വേണമെന്നാണ്. പക്ഷെ അത് ചിലപ്പോൾ നടപ്പാക്കിക്കൊള്ളുന്നില്ല. കാരണം നമ്മൾ പല ഘട്ടത്തിലായി പറയുന്ന കോൺഗ്രസിൻ്റെ പ്ലാറ്റ്ഫോം രാഷ്ട്രീയവും ഗ്രൂപ്പ് രാഷ്ട്രീയവും എല്ലാം കൂടി വരുമ്പോൾ അത് പ്രശ്നമുണ്ട്. ഇപ്പോൾ ഷിബു ബേബി ജോണാണ് ഇതിലുള്ള ഏക ലാറ്റിൻ റെപ്രസെൻറ്റേറ്റീവ്. ഷിബു ബേബി ജോൺ ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് തൊഴിൽ വകുപ്പ് വേണ്ട, ഒരു തൊഴിലില്ലാത്ത വകുപ്പാണ് തൊഴിൽ വകുപ്പ്, അത് വേണ്ട. അപ്പോൾ അദ്ദേഹത്തിന് മറ്റേ നൈപുണ്യ വികസന വകുപ്പും ഒക്കെ കൊടുത്തു. അവസാനം നമ്മൾ കേട്ടത് വനം വകുപ്പ് അദ്ദേഹത്തിന് കൊടുത്തു എന്നുള്ളത്. അതിൽ ചെറിയൊരു പ്രശ്നം എനിക്കും ഉണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ വകുപ്പ് പോലെ, തീരദേശം പോലെ ഇപ്പോൾ വളരെ ക്രിട്ടിക്കലാവാൻ പോകുന്നൊരു വകുപ്പാണ് വനം വകുപ്പ്. കാരണം വന്യമൃഗ ആക്രമണം അതുപോലെയുള്ള പ്രശ്നങ്ങൾ ശശീന്ദ്രനൊക്കെ ശോഭിക്കാൻ കഴിയില്ല എന്നല്ല, അദ്ദേഹത്തിന് ആ വിഷയം എത്രത്തോളം ഇടപെടാൻ കഴിയും, എത്രത്തോളം അങ്ങോട്ട് പോകാൻ കഴിയും ഒക്കെയുള്ള പ്രശ്നമുണ്ട്. ശശീന്ദ്രനൊക്കെ തോറ്റുപോയതിൻ്റെ ഒരു പ്രധാന കാരണം ശശീന്ദ്രൻ വനവകുപ്പ് മന്ത്രിയായിരുന്നു എന്നുള്ളത്. അത്ര മോശം പെർഫോമൻസ് ആയിരുന്നു. കാരണം ഒരു അലംഭാവവും അലസതയും ഒക്കെ ഉണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ വനം വകുപ്പ് ഷിബു ബേബി ജോൺ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് സംശയിച്ച ഒരാളാണ് ഞാൻ. നേരെ മറിച്ച് ഫിഷറീസ് ചിലപ്പോൾ കൈകാര്യം ചെയ്യാൻ പറ്റും. കാരണം അദ്ദേഹം കുടുംബപരമായി തന്നെ കൊല്ലത്താണ്, ചവറയാണ്, ഫിഷറീസ് കുടുംബമാണ്. ഫിഷറീസ് അദ്ദേഹത്തിൻ്റെ പിതാവും ഒക്കെ മത്സ്യം, പക്ഷെ അത് പരമ്പരാഗത മത്സ്യമേഖലയല്ല, എന്നാൽ മറ്റ് മത്സ്യമേഖലയാണ്. അങ്ങനെ വരുമ്പോൾ ആ വകുപ്പ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നതിന് സ്വാഭാവികമായൊരു നീതിയുണ്ട്. ഇനി അതല്ല, അതിനേക്കാൾ എഫിഷ്യൻ്റായ വേറൊരാളെ ഏൽപ്പിക്കാൻ പറ്റുമെങ്കിൽ അതിന് തെറ്റൊന്നുമില്ല കേട്ടോ. ആ വിഭാഗം തന്നെ വേണമെന്നൊന്നും ഞാൻ പറയില്ല. ആ വകുപ്പ് ജനങ്ങളുടെ താല്പര്യം കൺസിഡർ ചെയ്യാന്നുള്ളതാണ്. ഇതിന് മുമ്പ് എനിക്ക് ഓർമ്മയുള്ളത് കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം എടുത്ത് ധീരമായൊരു തീരുമാനമുണ്ട്. പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് അദ്ദേഹം കയ്യിലേറ്റു. എന്നിട്ട് ആ വിഭാഗത്തിൽ മന്ത്രിക്ക് വേറെ ഇലക്ട്രിസിറ്റി എന്തോ കൊടുത്തു. എന്താ ഞാനിന്നെന്താ കുഴപ്പമൊന്നുമില്ല, അത് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പം ഫിഷറീസും വനം വകുപ്പും ഇപ്പോൾ ഒരു തർക്കത്തിലാണ്. ഇപ്പോൾ തർക്കത്തിൽ നിൽക്കുന്ന രണ്ട് വകുപ്പുകൾ അത് രണ്ടുമാണ്. ഒന്ന് കിഴക്കേറ്റവും ഒന്ന് പടിഞ്ഞാറേറ്റവും കേരളത്തിൻ്റെ. ഇത് രണ്ടും പ്രതിസന്ധിയുള്ള ഏരിയകളാണ്. ഞാൻ ഉറപ്പായി പറയാം, രണ്ട് വകുപ്പും പ്രതിസന്ധിയുള്ള വകുപ്പുകളാണ്. വേറെ ചില വകുപ്പിൻ്റെ പോലെ തർക്കമല്ല അത്. ഇപ്പോൾ റവന്യൂ വകുപ്പിനോ അല്ലെങ്കിൽ മറ്റു ചില വകുപ്പിനോ ഒക്കെയുള്ള തർക്കമുണ്ടല്ലോ, ലേശം ചില്ലറ കിട്ടുന്ന വകുപ്പ് എന്നുള്ള നിലയ്ക്ക്. അതിനേക്കാളൊക്കെ പ്രധാനമാണ് ഈ രണ്ട് വകുപ്പ്. ഇത് ജനങ്ങളെ നേരിട്ട്, മുമ്പ് വനം വകുപ്പ് ജനങ്ങളെ ബാധിക്കാറില്ല ഏതെങ്കിലും, ഇന്നതല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തീരദേശത്തെയും മലയോരത്തെയും ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഈ വകുപ്പുകൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത്, ആര് മന്ത്രി എന്നുള്ളതല്ല എൻ്റെ പ്രശ്നം, എങ്ങനെ കൈകാര്യം ചെയ്യാൻ പോകുന്നു എന്നുള്ളത് വളരെ നിർണായകമാണ്. ഈ സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ട്, പക്ഷെ അതിനേക്കാളൊക്കെ കൂടുതൽ ജനങ്ങളെ നേരിട്ട് ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന രണ്ട് വിഷയങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വകുപ്പുകൾ കീറാമുട്ടി ആവുന്നതിൽ വലിയ അത്ഭുതമില്ല.
കാരണം എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും നേരിട്ട് പോയി വനംവകുപ്പ് എടുക്കാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം CP ജോൺ എൻ്റെ സുഹൃത്താണ്. അപ്പോൾ CP ജോണിനോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്കൊരു അപകടം പിടിച്ച വകുപ്പാണല്ലോ തന്നിട്ടുള്ളത്, ട്രാൻസ്പോർട്ട്. കാരണം ഇപ്പം സാധാരണഗതിക്ക് അപകടമില്ല, ഇപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളുടെ സൗജന്യം, മറ്റ് പ്രശ്നങ്ങൾ ഇതൊക്കെ വരുന്നു. അദ്ദേഹം പറഞ്ഞു, ചലഞ്ച് എടുക്കാനാണല്ലോ ഞങ്ങളോട് വന്നിട്ടുള്ളത്. വളരെ ബാലൻസ്ഡ് ആയൊരു മിനിസ്റ്ററാണ്, അത് കൈകാര്യം ചെയ്യുന്നതിന് ഞാനിപ്പോഴും വിചാരിക്കും. കാരണം ഒരു എടുത്തുചാട്ടമില്ലാത്ത, വളരെ ബാലൻസ്ഡായ, വളരെ ചെറുപ്പം മുതലേ തന്നെ വളരെ അനലിറ്റിക്കലായി ചിന്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ജോണിനെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കും. പക്ഷേ വനംവകുപ്പിൻ്റെയും ഫിഷറീസിൻ്റെയും വലിയ പ്രതിസന്ധി ഈ സർക്കാരിനുണ്ടാവും. മന്ത്രിയുടെ പ്രതിസന്ധിയല്ല, നമ്മളിപ്പോൾ കാണുന്ന ആര് മന്ത്രിയാവണമെന്നുള്ളതല്ലേ. ഞാൻ ആ പ്രതിസന്ധിയെക്കുറിച്ചല്ല പറയും. അപ്പോൾ അത് ഉടനെ തീരുമാനിക്കേണ്ടി വരും. ഏതെങ്കിലും വകുപ്പ് ഇനി മാറ്റം വേണ്ടി വന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് വനംവകുപ്പ് കോൺഗ്രസ് എടുത്തിട്ട് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും വകുപ്പും ലീഗിന് കൊടുക്കാം. മുമ്പ് ലീഗിനാണ് വനംവകുപ്പ് ഇട്ടിരുന്നത്, അതാണ് മാറ്റിയത്. സിദ്ദിഖിന് വനംവകുപ്പ് ഉണ്ട് എന്നുള്ള ഒരു സംഗതി ഉണ്ടായിരുന്നു. അതിന് കുറച്ച് ന്യായം ഉണ്ടായിരുന്നു. കാരണം വയനാട്ടുകാരനാണ്. അവിടെ ആ സിദ്ദിഖിൻ്റെ ഏരിയയിലൊക്കെയാണ്, വയനാട്ടിലും ഇടുക്കിയിലും അവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ വന്യമൃഗ ശല്യമുള്ളത്. അതെങ്ങനെ സിദ്ദിഖിനെ പോലെ ഒരാൾ കൈകാര്യം ചെയ്യും? സിദ്ദിഖ് മിടുക്കനാണ്, ഞാൻ മിടുക്കനല്ല എന്ന് പറഞ്ഞില്ലേ, മോശം മന്ത്രിയൊന്നുമല്ല സിദ്ദിഖ്, മോശം ആളൊന്നുമല്ല, കഴിവുള്ള ആളാണ്, വിവരമുള്ള ആളാണ്. പക്ഷെ എങ്ങനെ കൈകാര്യം ചെയ്യും? അപ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ട് വകുപ്പുകൾ പ്രശ്നമാകുന്നത് ഒരത്ഭുതമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒരു പരിസ്ഥിതി പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ഞാനിത് കാണുന്നത്, ഇത് രണ്ടും ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടതാണ്. ക്ലൈമറ്റ് ചേഞ്ച് രണ്ട് വകുപ്പിലും പ്രശ്നമുണ്ടാകും. ക്ലൈമറ്റ് ചേഞ്ച് എന്തായാലും വരാൻ പോകണം, ഇറ്റ്സ് ഓൾറെഡി വരാൻ പോകല്ല, വന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ രണ്ട് വകുപ്പിലും ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് എന്ന് പഠിക്കുകയും അതിനനുസരിച്ച് അതിൻ്റെ പ്രവർത്തനം രൂപപ്പെടുത്തുകയും, ഇപ്പോൾ മനുഷ്യൻ്റെ ജീവൻ സംരക്ഷിക്കണമല്ലോ, അതിൽ യാതൊരു തർക്കവുമില്ല. മനുഷ്യൻ്റെ ജീവൻ സംരക്ഷിച്ചേ പറ്റൂ, അവിടെയാലും ഇവിടെയാലും. അത് സംരക്ഷിക്കാൻ എന്ത് ചെയ്യണം? ഇപ്പോൾ നമ്മുടെ തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഫിഷറീസ് ലാൻഡിങ് ഏരിയാസ്, പല ഫിഷറീസ് ലാൻഡിങ് ഏരിയാസും ശാസ്ത്രീയമല്ല. മത്സ്യത്തൊഴിലാളികളുടെ ക്യാച്ച് വളരെ കുറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ കടൽ ചൂടാകുമ്പോൾ മത്സ്യം ഇവിടുന്ന് ദൂരേക്ക് പോകും. അപ്പോൾ സാധാരണ നമുക്ക് കിട്ടുന്ന മത്തി പോലെയുള്ള മത്സ്യമൊന്നും കിട്ടാനില്ല. കാരണം അതൊക്കെ കുറേ കൂടി ഷാലോയും കുറേ കൂടി ചൂട് കുറഞ്ഞ സ്ഥലത്തേക്ക് പോകും. അപ്പോൾ ഇവിടെ ചൂട് കൂടി, അറബിക്കടലിൽ ചൂട് കൂടിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ഈ രണ്ട് വകുപ്പുകൾ തീർച്ചയായും തർക്കം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് അതിൽ ആരും ഭരിക്കണമെന്നുള്ളതല്ല, അതിനേക്കാൾ പ്രധാനം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് റിസൾട്ട് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ലത്തീൻ സഭ പറഞ്ഞത് ഞാൻ അതിനെ ന്യായീകരിക്കുന്ന ഒരാളാണ്. അതുപോലെ കിഴക്കൻ മേഖല പറഞ്ഞ മറ്റേ ഇപ്പോൾ സണ്ണി ജോസഫിൻ്റെയൊക്കെ ഏരിയ എന്ന് പറഞ്ഞാൽ വലിയ പ്രതിസന്ധിയുള്ള സ്ഥലം, ആറളവും അതുപോലെയുള്ള സ്ഥലങ്ങൾ. അപ്പോൾ അത് എങ്ങനെ നേരിടുന്നു എന്നുള്ളത് ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ രണ്ട് വകുപ്പ് വച്ച് മാറുകയോ തിരിച്ചു മാറുകയോ അതിപ്പോൾ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. എല്ലാ മന്ത്രിസഭകളും ചില വകുപ്പ് മാറ്റി കൊടുക്കും, ചില വകുപ്പ് എടുക്കും, അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ ഇതിപ്പോൾ ഈ വകുപ്പുകൾ ആരെടുക്കുന്നു എന്നുള്ളത്, എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് സൂക്ഷ്മമായി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ മാത്രമല്ല വലിയൊരു വിഭാഗം ജനത. അതുകൊണ്ട് അതിൻ്റെ സൊല്യൂഷൻ, പാർട്ടി സൊല്യൂഷൻ ഉണ്ടായേക്കും. ഇത് ഇയാൾ കൊടുത്തു അത് അയാൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചതുരംഗത്തിൽ കരുവയ്ക്കുന്ന പോലെയാണ്. പക്ഷെ കരുവച്ചിട്ട് മാത്രം കാര്യമില്ല, ഇഫക്റ്റീവായി ഈ രണ്ട് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് ഈ ഗവൺമെൻറ്റിൻ്റെ ദീർഘകാല പരിപ്രേക്ഷ്യത്തിൽ പ്രധാനമാണ്. ഇവർക്ക് കിട്ടിയ ജനപിന്തുണ ഇല്ലാതാക്കാനും വർദ്ധിപ്പിക്കാനും സഹായിക്കും.